എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൂ പോലെ സോഫ്റ്റായ നല്ലൊരു ഇഡ്ലിൻ്റെ റെസിപ്പിയാണ്. പൂ പോലെ സോഫ്റ്റും ആണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ഇഡ്ലി. ഒരുപാട് പേര് ഇഡ്ലി ഉണ്ടാക്കൽ അരി വേറെ കുതിർത്തും, അതുപോലെ ഉഴുന്ന് വേറെ കുതിർത്തും, എന്നിട്ട് അരി വേറെ അരക്കും, അതുപോലെ ഉഴുന്ന് വേറെ അരക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കൽ. അങ്ങനെ ഇഡ്ലി ഉണ്ടാക്കൽ ഒരു പാട് തന്നെയാണ്, നമുക്ക് മടി വരും ഇഡ്ലി ഉണ്ടാക്കാൻ. ഇത് അങ്ങനെയൊന്നുമല്ല, ഇഡ്ലി ഉഴുന്നും അരിയും എല്ലാം ഒന്നിച്ച് കുതിർത്തി ഒന്നിച്ച് അരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ്, അതുപോലെ നല്ല പൂ പോലെ സോഫ്റ്റുമാണ് ഈ ഒരു ഇഡ്ലി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി എന്ന് പറയുമ്പോൾ വൈറ്റ് റൈസ് ആണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഉലുവ. 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കൽ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അരിയും ഉഴുന്നെല്ലാം നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ട് 5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചോറ് തന്നെ ചേർക്കാൻ നോക്കുക. ചോറ് കുറവാണെങ്കിൽ 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് മുങ്ങിക്കിടക്കുന്നതിലും കുറവായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്. അരി മുങ്ങിക്കിടക്കുന്നതിലും കുറവായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്കാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഞാനിത് അത്യാവശ്യം കുറച്ചൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. കൈവച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലില്ലേ ഇത് പൊളിച്ച് പോകാനെല്ലാം നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ഒരു 6-7 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കും. ചൂടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു 5 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 7 മണിക്കൂറാണ് ഞാനിത് വെച്ചത്. അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്ററി ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നല്ല ഇഡ്ലി ആയി കിട്ടൂല. ഈ ഒരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഇഡ്ലി മാത്രമല്ല ദോശ, വെള്ളയപ്പം, അതുപോലെ മസാല ദോശ, ഗീ റോസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മസാല ദോശയും ഗീ റോസ്റ്റും അതുപോലെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്രിസ്പി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കലുണ്ട്. പിന്നെ മാവ് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് ലൂസാക്കുകയും ചെയ്യും. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ഇഡ്ലി തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഇതാ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സ്റ്റീം ചെയ്യുന്നത് അതിലേക്ക് വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല പൂ പോലത്തെ ഇഡ്ലി നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം അടുപ്പ് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തുറന്നിന്, അല്ലെങ്കിൽ കൈക്ക് ആവി കയറും. അപ്പോൾ ചൂടോടെ തുറക്കണ്ട. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക, ഓരോ തട്ടും എടുത്തിട്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇഡ്ലി ഇളകി കിട്ടും, അല്ലെങ്കിൽ ഇളകി വരാൻ പാടായിരിക്കും. പിടിച്ചതുപോലെ ഉണ്ടാവും, പിന്നീട് ഒഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇതാ ഇഡ്ലിയെല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശരവണ റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിക്കുന്ന ഇഡ്ലിയില്ലേ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലിയുടെ റെസിപ്പിയാണ്. പിന്നെ കൂടെ ഇതാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചട്നിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.